നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലെ ചാനലിലേക്ക് സ്വാഗതം. രേണുസുതി ഹോസ്പിറ്റലിൽ ചികിത്സയാണെന്നുള്ള വിവരമൊക്കെ നമുക്കറിയാം. അവർക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ അവരുടെ ബില്ലെല്ലാം വ്യാജമാണ്, കള്ളത്തരമാണ് അവർ പറയുന്നത്, നുണയാണ്, ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, യൂട്യൂബേഴ്സ് തന്നെ. അതുപോലെ തന്നെ കുറേ കമൻ്റ് ഇടുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഉണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങളുടെ ആരുടെയും വീട്ടിലോട്ട് ഈ രേണുസുതി ഒരു കാര്യത്തിന് പോലും വരുന്നില്ല. അപ്പോൾ പിന്നെ അവരെ ഇങ്ങനെ കാർന്ന് തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം ആ സ്ത്രീ ഞാൻ പറട്ടെ, അവർ കാണിച്ച കാര്യങ്ങളൊക്കെ അവർ നടക്കുന്ന കാര്യത്ത് പിന്നെ ഒക്കെ ലേശം ഓവറാക്കി ചളവാക്കി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് തന്നെ വീണ് കിടക്കുന്ന ആളെ ചവിട്ടുക എന്ന് പറയുന്ന രീതിയിൽ അവരെ കുത്തുന്ന പരിപാടി അത് ശരിയല്ല, തീരെ ശരിയല്ല. മനസ്സിലായല്ലോ? എന്തായാലും ഈ ബില്ലിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയാനായിട്ട് ഇവർ മരുന്ന് വാങ്ങിയ രേണുസുതിയുടെ ചേച്ചി പോയി മരുന്ന് വാങ്ങിയ ആ മെഡിക്കൽ ഷോപ്പിൽ പോയി, ആ ഫാർമസി പോയി ഇവർ രണ്ട് യൂട്യൂബർമാർ പോയി തിരക്കി. അവരുടെ പേര് ഒന്ന് ഒരു മാസ്റ്റർ ബിനു ആണ്, ഒന്ന് പിന്നെ ദേവ, അങ്ങനത്തെ പേരിലാണ്. ആ പേരെടുത്ത് പറയുന്നത് കുഴപ്പമില്ലല്ലോ. അതായത് എന്തായാലും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഏത് പൊട്ടന്മാർക്കായാലും മനസ്സിലാവും ഇവർ രണ്ടോളം പോയി എന്നുള്ളത്. അപ്പൊ എന്തായാലും സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലായി, ആ ഒറിജിനൽ ബില്ലാണെന്നുള്ളത് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും. ആദ്യം ഇവർക്കൊരു സംശയം, പിന്നെ എഡിറ്റ് ചെയ്തതാണോ എന്നിട്ട് വേണമല്ലോ ഫേക്ക് ആണെന്നുള്ളത് വിളിച്ചു പറയാനായിട്ട്. പക്ഷേ എന്തായാലും അവിടുത്തെ ഒറിജിനൽ ബില്ല് അവർ കാണിച്ചു കൊടുത്തു. അപ്പം 2,00,000 രൂപ ഈ ഒരു മരുന്നിന് വരുന്നുണ്ട്. അപ്പോൾ സംഭവം ശരിയാണല്ലോ. ഇനി ആരും നുണയാണെന്നല്ലോ പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യത്തിനെ രേണുസുതിയെ കാലം കുറേ ആയിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവരുടെ ചോര ഇങ്ങനെ കുടിക്കുന്നത്? കാര്യം അവർക്കിപ്പോൾ സുഖമില്ലാതെ പോയി. നിങ്ങൾ എന്തിനാണ് നിങ്ങളൊരു 10 രൂപ അവർക്ക് കൊടുക്കൊന്നും വേണ്ട. മനസ്സിലായല്ലോ? 10 രൂപ കൊടുക്കേണ്ട, അവരെ സഹായിക്കണ്ട. അവര് നിങ്ങളുടെ മുന്നിലോട്ട് കൈ നീട്ടാനും വരുന്നില്ല. കാരണം അവരങ്ങനെയാണ്. ഇപ്പൊ ഈ ചികിത്സാ പിരിവ് തന്നെ ചില ബ്ലോഗർമാർ ചികിത്സാ പിരിവ് നടത്തി. പക്ഷെ അതൊക്കെ ആ ചികിത്സ നടത്തിയ ആ ബ്ലോഗർ ആരാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അത് ഇപ്പൊ പുറത്ത് കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ അത് പുറത്ത് പറയും. എന്നിട്ട് അവൻ ഇപ്പൊ കിച്ചുവിന്റെ ഭാഗത്ത് നിന്നിട്ട് രേണുവിനെ കുത്തുവാണ്. ആളാരാന്നൊക്കെ ഒരുവിധം പിന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവനിതിൽ ഈ പണപ്പിരിവ് നടത്തിയിട്ട് അവനതിൽ അമുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ദേഷ്യം അവന് നല്ലതുണ്ട്. അപ്പോൾ രേണുസുതി വൃത്തികെട്ടവളാണ്, മറ്റവളാണ്, മറിച്ചവളാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും ആൾ രംഗത്തിറങ്ങിയിട്ട് ഈ യൂട്യൂബർ ആരെന്ന് നമുക്കറിയാം, ഞാൻ പുറത്ത് പറയുന്നില്ല. എന്തായാലും നമുക്ക് മാസ്റ്റർ ബിനു പിന്നെ ഈ ദേവും പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ആ വീഡിയോ നമുക്ക് കാണാം. അവർ പോയിട്ട് ആ ഒറിജിനൽ ബില്ലാണെന്നുള്ളത് തെളിയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവർക്ക് സമൂഹത്തിന് മുന്നിൽ പറയണമല്ലോ. ശരിയെന്നാ, അത് വീഡിയോ കാണാം. ബില്ല് പ്രൊവൈഡ് ചെയ്ത ഫാർമസിയാണ്. ഇവിടെ നേരിട്ട് പോയി ഈ ബില്ലിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഞങ്ങൾ തിരക്കിയിട്ടുണ്ട്. ഈ ബില്ലാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചയായിട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ ബില്ല് ഫേക്ക് ആണെന്നും ഈ ബില്ല് കറക്റ്റ് ആണെന്നും ഉള്ള ചർച്ചകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ദേവും കൂടെ നേരിട്ട് പോകാനുള്ള കാരണം, എനിക്ക് ഈ ബില്ലിൻ്റെ പല ഭാഗങ്ങളും എഡിറ്റഡ് ആണോ എന്നൊരു സംശയം തോന്നി. ഞാൻ പലയിടത്തും അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡായിപ്പാണ്, ഇങ്ങനൊരു ബില്ലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എഡിറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ടോ എന്നൊരു സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം, ഇതിന് മുൻകാലങ്ങളിൽ ഈ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ള കള്ളത്തരങ്ങളും രേണു പറഞ്ഞിട്ടുള്ള കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഗതി, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ അവിടെ ഒരു കള്ളത്തരവും നടന്നിട്ടില്ല. പിന്നെ ഒരു രോഗി, ഏതൊരു രോഗിയായാലും, ഏത് രേണുസുതി കഴിഞ്ഞപ്പോൾ ആരായാലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, ഒരു അസുഖമൊക്കെ വെച്ചിട്ട് എനിക്ക് ഫേക്ക് ആയിട്ടാണെന്ന് ആരും നുണ പറയത്തില്ല. പിന്നെ ശരിയാണ്, രേണുസുതിയുടെ ലേശം കൂടിയ ഒരു ക്യാൻസറാണ്. അപ്പോൾ സാധാരണ മറ്റുള്ള മരുന്ന് കൊടുക്കുന്നവർ പോലുള്ള ചെറിയ ഈ വില കുറഞ്ഞ മരുന്ന് 65,000-ൻ്റെയോ 50,000-ൻ്റെ മരുന്നൊന്നും ചിലപ്പോൾ അതിന് ഏക്കത്തില്ല. രേണുസുതിക്ക് ലേശം കൂടി കൂടിയതായതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള ഒരു മരുന്ന്. അപ്പോൾ ശരിയായ 2,56,000 അങ്ങനെ എന്തൊരു ചില്ലറയുടെ കണക്ക് പറഞ്ഞു. 56,000 560 എന്നുള്ള അറിയത്തില്ല. അങ്ങനെ എന്തായാലും സംഭവം ശരിയാണ്. ഓക്കെ, ഇപ്പൊ ബില്ല് ഒറിജിനൽ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പം ഇതിങ്ങനെ ചെളി വാരി തേച്ച് നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു തെറിത്താത്ത എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. അപ്പൊ ഇവരാണ് ഇതൊക്കെ ഇങ്ങനെ പബ്ലിഷായിട്ട് കൊണ്ട് നടക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഇപ്പം ഇവർ പറയുന്നത് ശരിയല്ല, ഫേക്ക് ആണെന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 8ന്റെ പണി ഈ രേണുസുതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രേണുസുതിയുടെ പേര് പറഞ്ഞിട്ട്
മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ട് പരാതി കൊടുത്തൊരു കണ്ണൂരുകാരൻ എന്താ അയാളുടെ പേര് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് വ്യാജമാണ്, ഫേക്കാണ്, രേണുസുതി തട്ടിപ്പാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്താണ് കംപ്ലൈൻറ്റ്. അത് നേരെ അത് 8ന്റെ പണി തന്നെ തിരിച്ചു കിട്ടിയതോടെ കംപ്ലൈൻറ്റ് റിട്ടേൺ വന്നു. ഇനിയും എന്തൊക്കെയാണ് ചെയ്യാൻ പോകേണ്ടതെന്ന് നമുക്കറിയാം. ഇപ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ അയാൾക്കുള്ള അനുഭവങ്ങളെന്നുള്ള അറിയാം, എന്തൊക്കെ ശിക്ഷ, എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ. അപ്പം ഇത് സത്യമാണോ മിഥ്യയാണോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവൻ്റെ ഒന്നും വീട്ടിലോട്ട് ഇവർ ചെല്ലുന്നില്ല. രേണുസുതി ആയാലും കിച്ചു ആയാലും അല്ലെങ്കിൽ ആരായാലും ചെല്ലുന്നില്ല. രേണുസുതിയോട് ചേർത്തി ചെല്ലുന്നില്ല, മനസ്സിലായല്ലോ. പിന്നെ ഇവൻ കൊണ്ടുപോയി മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് പരാതി കൊടുത്തിട്ട് ഇപ്പം എന്താ കാര്യം? കംപ്ലൈൻറ്റ് നേരെ തിരിഞ്ഞു കുത്തിയില്ലേ? അതങ്ങനെ വരുള്ളൂ. ഒരു മനുഷ്യൻ പറയുമ്പോൾ ഒരു വിശ്വാസം വേണം. എന്നിട്ട് തന്നെ രേണുസുതിയുടെ ഈ ബില്ലെടുത്തിട്ട് ചേർത്തി പിടിച്ച സമയത്ത് ചേച്ചിയുടെ കൈ ഇങ്ങനെ ഇപ്പൊ ഈ ബില്ലിന്റെ നമ്പർ എഴുതിയ ഭാഗത്തും ഡേറ്റ് എഴുതിയ ഭാഗത്തും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ നോക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതിപ്പോ ഒരു ബില്ലാണ്, ഇത് ന്യൂസ് പേപ്പറാണ്. ഇതിങ്ങനെ ഞാൻ പിടിക്കുമ്പോൾ ഈ കൈ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൈയുടെ ഇത് കൊണ്ട് കാണത്തില്ല, കൈയുടെ മറവ് കൊണ്ട്, മനസ്സിലായല്ലോ. അല്ലാതെ അവിടെ ഒരു ഫേക്കും കാണുന്നില്ല. ഇതിപ്പോ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തന്നാണ്. ഇനി നമുക്ക് സജീന പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പോയല്ലോ കറക്റ്റായിട്ട്, നിങ്ങൾ എന്തായാലും അത് ഒളിച്ചു വെക്കാതെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു വീഡിയോ തന്നെ പുറത്തിട്ടല്ലോ, അതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ബില്ലിനകത്ത് എന്തെങ്കിലും ഫേക്ക് ഉണ്ടോ, ഫോർജറി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ കണ്ട പലർക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതിനകത്ത് ഇങ്ങനൊരു ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുക, ഇത് റിയൽ ആണെന്നുള്ള സാധനം നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് എന്റെയും ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ട് ഞാൻ പുറത്ത് പറയാതെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഭയങ്കര ഒരു ചതിയാകും, ദ്രോഹമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. താങ്ക് യു. എന്തായാലും കറക്റ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് അറിഞ്ഞ് സത്യസന്ധമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. കാരണം ഇപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒന്ന് കണ്ണ് തുറക്കട്ടെ. കാരണം ഈ കാണുന്നതും കേൾക്കുന്നതും അല്ല സത്യം, അതിലപ്പുറം യഥാർത്ഥ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്നായാലും മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഓരോ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ കൈവിരൽ തുമ്പിലും ഇടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇത് ആരൊക്കെ എവിടൊക്കെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും സത്യം എന്ന് പറയുന്ന ഒരു സാധനം അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ആ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടോ നമ്മൾ ഒരു തെറ്റിലോട്ട് ചെന്ന് വീടില്ല. ഇപ്പൊ നിങ്ങയൊക്കെ കിടന്ന് ഇത്ര മാത്രം ആ ഒരു പേഷ്യന്റിനെ തന്നെ ഇനി പറയാം, അവിടെ ഇത്ര മാത്രം കിടന്ന് വലിച്ചു കീറി പിച്ച് ചിന്തി കുറെ ചാനലുകാര് പോട്ടെ, അതിന്റെ കൂടെ ഈ അവിടെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി കമന്റ് ഇടുന്നവന്മാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്കൊക്കെ സമാധാനം, നിന്റെയൊക്കെ നെഞ്ചിലെ വെള്ളം അടങ്ങിയോ? വ്യക്തമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതൊന്നും ഫേക്ക് അല്ല. രേണുസുതിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. അത് 4th സ്റ്റേജ് ആണ്, അത് സ്പ്രെഡ് ആണ്. അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ക്യാൻസർ തന്നെയാണ് രേണുസുതിയെ ബാധിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ആ കൊച്ചിനെ ഒന്ന് വെറുതെ വിട്. ബാക്കി അവിടെ തലവിധി പോലെ ദൈവം എന്താണോ വരച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ. നിങ്ങൾ ആരും അവളെ ഒന്നും പറഞ്ഞുണ്ടാകും, അവൾ ആരും നിന്നെ ഒന്നും വീട്ടിൽ ഒരു ശല്യത്തിനോ ഒന്ന് കൈനീട്ടാനോ ഒരു ബുദ്ധിമുട്ടിനോ വരുന്നില്ലല്ലോ. അവളെ കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നെഞ്ചി കൈവച്ചൊക്കെ ഈ ബ്ലോഗ് ചെയ്യുന്നവളുമാരും നെഞ്ചി കൈവച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. വേണ്ടടി, നീയൊക്കെ ഒന്ന് ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കടി. ഈ രേണുസുതി എന്ന് പറഞ്ഞ കണ്ടന്റ് എടുത്ത് നിനക്കൊക്കെ ഈ വർഷങ്ങളോളം നീയൊക്കെ ഉണ്ടാക്കുന്നതിനെ കാട്ടി എന്തുമാത്രം ഏണിങ്സ് ഓരോ മാസം നിന്റെയൊക്കെ അക്കൗണ്ടിലോട്ട് കയറുന്നുണ്ടെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതെങ്കിലും ആ പഠിച്ചവനെങ്കിലും ഓർത്തെങ്കിലും ഒരു വായ അടച്ച് മിണ്ടാതിരിക്കടി. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ സത്യം എന്തായാലും പുറത്ത് വന്നല്ലോ, തെളിഞ്ഞല്ലോ. ഇനി ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് പരക്കം പായത്തില്ല. പിന്നെ മനുഷ്യ അവകാശ കമ്മീഷന് കേസ് കൊടുത്തവനെതിരെ റിട്ടേൺ കംപ്ലൈന്റും അവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, സജീന പറഞ്ഞത് ശരിയാണ്. രേണു അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്ന മനുഷ്യത്തെയല്ല. അതും അതിനുള്ള ആംബിയറോ ധൈര്യം നമുക്കില്ലെന്നാണ് ഈ സജീന പറയുന്നത്. സംഭവം ശരിയാണ്. രേണുസുതി എന്നല്ല ആർക്കായാലും നമ്മൾ ആശുപത്രി കിടന്നിട്ട് നമുക്കൊരു തട്ടിപ്പ് നടത്താൻ പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ 2 ലക്ഷം വരുമെന്നൊക്കെ പറഞ്ഞപ്പം ചില ആളുകൾ, ചില പെണ്ണുങ്ങളൊക്കെ, സ്ത്രീകൾ രംഗത്തിറങ്ങി പറയുന്നുണ്ട് അത്ര ഒന്നും വരുന്നില്ലല്ലോ, ഞങ്ങളും ഇങ്ങനത്തെ ക്യാൻസർ പേഷ്യന്റുകളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള രോഗമല്ല, നിങ്ങളെക്കൂടി കൂടിയ രോഗമാണ് ഇവർക്ക്. അപ്പൊ അതനുസരിച്ചുള്ള മരുന്ന് വരും. അപ്പൊ അതിന് പൈസയും കൂടും, മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാതും ഓക്കെ ആയല്ലോ. ഇനിയും പല രീതിയിലും ചുറ്റിത്തിരിഞ്ഞ് പല ആരോപണങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ നിർത്താം. കാരണം ഇപ്പൊ നമുക്ക് സത്യാവസ്ഥ മനസ്സിലായി. ഇനി അത് ഗുഡ് ബൈ പറയാം. ഈ പ്രശ്നം തന്നെ എടുത്തിട്ടുകൊണ്ട് ഇരിക്കരുത്. രേണുസുതി കണ്ടന്റ്
കാരണം കുറെ ആളുകൾ ഇവരെ വിറ്റ് തിന്നിട്ടുണ്ട്, മനസ്സിലായില്ല. കൊല്ലങ്ങളായിട്ട് 2-3 കൊല്ലങ്ങളായിട്ട് ഈ രേണുസുതി കണ്ടന്റ് എടുത്തിട്ട് അതുകൊണ്ട് നല്ലൊരു സംഖ്യ നക്കിയ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർത്തുക ദയവായിട്ട് ഈ പ്രഹസനം. ശരിയെന്നാ നിർത്തി നോക്കുക.